ഇന്ത്യ സഖ്യം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. പരമാവധിയിടങ്ങളിൽ തനിച്ച് മത്സരിച്ച് പാർട്ടിയെ തിരിച്ചുപിടിക്കാനാണ് ആലോചന. സഖ്യങ്ങൾക്കൊപ്പം നിന്ന് കോൺഗ്രസിന്റെ സ്വാധീനം ഇല്ലാതാകുന്നുവെന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയാണ് നിർദ്ദേശം നൽകിയതെന്നാണ് സൂചന. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് നിർണായക നീക്കം. എങ്ങനെയുണ്ട്? ഇന്ത്യ സഖ്യം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് പോകുന്നത്രേ. സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെടുത്ത് പുറത്തു കളയാനുള്ള ആലോചനകൾ നടക്കുമ്പോഴാണ് സ്വയം പുറത്തു പോകാനുള്ള കോൺഗ്രസിന്റെ നീക്കം. അതേതായാലും നന്നായി. കാരണം ഇന്ത്യ സഖ്യത്തെ നയിക്കുകയും ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും അതിന്റെ അടിവേര് വരെ തോണ്ടുകയും ചെയ്ത പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ സംഭവിച്ചതും മറ്റൊന്നല്ല. ആവശ്യത്തിലധികം സീറ്റ് ചോദിച്ചു വാങ്ങിയും സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയും സഖ്യത്തെ വൻ തോൽവിയിലേക്ക് തള്ളിവിട്ടു. അതാണ് കോൺഗ്രസ്. ഇന്ത്യ സഖ്യം കൊണ്ട് കോൺഗ്രസിന് ഗുണമില്ലെന്നും അതിനാൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് കോൺഗ്രസ് നീക്കമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് തന്നെ ഗതി പിടിക്കാത്ത പാർട്ടിയാണ് ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നത്. ഒരു കണക്കിന് കോൺഗ്രസിന്റെ ഈ തീരുമാനം നല്ലതാണ്. സഖ്യം ചേർന്ന് മത്സരിച്ച് സഖ്യത്തിലുള്ളവരെയും തോൽപ്പിച്ച് സഖ്യത്തെയും തോൽപ്പിച്ച് സ്വയം തോൽക്കുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് നിന്ന് അന്തസ്സായി തോൽക്കുന്നതാണ്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ബുദ്ധി രാഹുൽ ഗാന്ധിയുടേതാണത്രേ. ആധുനിക ഇന്ത്യയിൽ ഇത്രയും ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്നുള്ള കാര്യം അറിയാലോ. ഇദ്ദേഹത്തിന്റെ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ആ മോദിയും അമിത്ഷായും ഒക്കെ പണ്ടേ വീട്ടിലിരുന്നേനെ. BJPയുടെ ഓഫീസിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പൂജിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഏതായാലും രാഹുൽജിയുടെ ഈ തീരുമാനത്തോടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏറെക്കുറെയൊക്കെ ഒരു തീരുമാനമാകും. തമിഴ്നാട്ടിലും ബംഗാളിലും UPയിലും ആന്ധ്രയിലും ജാർഖണ്ഡിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പോകുന്ന നമ്മുടെ കോൺഗ്രസിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. സലീം കുമാറിന്റെ വിഖ്യാതമായ ഡയലോഗ് ഓർമ്മ വരുന്നില്ലേ? ഈശ്വരാ, ഇവിടെ ആരും ഇല്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ.